ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂൺ മാസഫലം കുംഭക്കൂറുകാർക്കും കുംഭ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഇപ്പോൾ കുംഭക്കൂറുകാരെന്ന് പറയുമ്പം അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചതയം, അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർ. അതേസമയം മറ്റേത് നക്ഷത്രത്തിൽപ്പെട്ടവരായാലും അവർക്ക് കുംഭലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ആ കുംഭലഗ്നക്കാർക്കും ഈ ഫലം ബാധകമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ജൂൺ മാസത്തെ ഗ്രഹസ്ഥിതി ഇങ്ങനെ നോക്കാം. ജൂൺ മാസത്തെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജൂൺ 2-ന് ഗുരുഗ്രഹം 5-ൽ നിന്നും 6-ലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. ശുക്രൻ ജൂൺ 8-ന് 5-ൽ നിന്നും 6-ലേക്ക് മാറുന്നു. സൂര്യൻ ജൂൺ 15-ന് 4-ൽ നിന്നും 5-ലേക്ക് മാറുന്നു. ചൊവ്വ ജൂൺ 20-ന് 3-ൽ നിന്നും 4-ലേക്ക് മാറുന്നു. ബുധൻ ജൂൺ 22-ന് 5-ൽ നിന്നും 6-ലേക്ക് മാറുന്നു. ശനി 2-ലും രാഹു ജന്മരാശിയിലും കേതു 7-ലും സ്ഥിതി തുടരുന്നു. അതായത് ജൂൺ മാസത്തിൽ ഈ കുംഭക്കൂറുകാരെയും കുംഭലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം ഗുരു, ശുക്രൻ, രവി, കുജൻ, അതുപോലെ ബുധൻ, ഈ 5 ഗ്രഹങ്ങൾക്ക് രാശിമാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഈ ഗോചര ഗ്രഹസ്ഥിതി അല്ലെങ്കിൽ ഈ ജൂൺ മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ജാതകത്തിലെ ഗ്രഹസ്ഥിതിയല്ല, ഇപ്പോഴത്തെ പ്ലാനറ്ററി പൊസിഷൻ വച്ച് എങ്ങനെയായിരിക്കും കുംഭക്കൂറുകാരുടെ ആരോഗ്യസ്ഥിതി എന്ന് നോക്കാം. കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ശനിയാണ്. ശനി 2-ൽ നിൽക്കുന്നു. ശനി 12-ാം ഭാവാധിപനും കൂടിയാണ്, 2-ൽ നിൽക്കുന്നുണ്ട്. അതുപോലെ 8-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആദ്യ 3 വാരം 5-ലാണ്. അപ്പോൾ നമ്മൾ പൊതുവെ ജന്മരാശിയിൽ രാഹു ഉണ്ട്, മറ്റു ഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നും ജന്മരാശിയിലില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശനി എന്ന് പറയുന്നത് പാപമധ്യസ്ഥിതിയിലാണ്. അതായത് ചൊവ്വയുടെയും രാഹുവിൻ്റെയും ഇടയ്ക്കാണ് ആ ശനി നിൽക്കുന്നത്, ജന്മരാശിയാധിപൻ. അപ്പോൾ പൊതുവേ നമുക്ക് ആഹാരത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ പ്രത്യേകിച്ച് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാം. ഗുരു 6-ൽ ഉച്ചസ്ഥിതനാണ്. ആദ്യവാരം കഴിയുമ്പോൾ ഈ സുഖസ്ഥാനാധിപനായിട്ടുള്ള ശുക്രനും 6-ലേക്കാണ് മാറുന്നത്. അത് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് സഡനായിട്ടുള്ള റിക്കവറിക്ക്, സഡനായിട്ടുള്ള ആശ്വാസം അവർക്ക് ഉണ്ടാകും. എങ്കിലും പ്രത്യേകിച്ച് ശുക്രനൊക്കെ 6-ൽ വരുന്നു, ഗുരു 6-ൽ വരുന്നു. അപ്പോൾ പൊതുവേ നമുക്ക് ഈ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ, അതൊക്കെ അവർ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ 7-ലൊക്കെ ആ കേതുവിൻ്റെ സ്ഥിതിയുണ്ട്. അപ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി തൊഴിൽസ്ഥിതി നോക്കാം. തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. ആ ചൊവ്വ 3-ലും 4-ലും സ്ഥിതി ചെയ്യുന്ന സമയമാണ്. കർമ്മസ്ഥാനത്ത് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. 6-ലാണെങ്കിൽ ഗുരുശുക്രയോഗം ഉള്ള സമയമാണ്, അതായത് നമ്മുടെ വർക്ക് പ്ലേസിൽ. അതുപോലെ 10-ൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ ആദ്യ പകുതി രവിയുടെ ദൃഷ്ടിയും ആ 10-ൽ വരുന്നുണ്ട്. ഇപ്പോൾ സൂര്യൻ 10-ൽ ദൃഷ്ടി ചെയ്യുന്നു, ഗുരു 10-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊഴിൽപരമായിട്ട് വളരെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയം. പ്രത്യേകിച്ച് ഈ 10-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 3-ലാണ് ബലവാനായിട്ട് മൂലത്രികോണ രാശി നിൽക്കുകയാണ്. അപ്പോൾ പൊതുവേ നമുക്ക് തൊഴിലൊക്കെ വളരെ ആക്റ്റീവാകും. അപ്പം നമുക്ക് കൂടുതൽ ഊർജ്ജസ്വലതയൊക്കെ ആ തൊഴിലിടത്ത് ഉണ്ടാകാവുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് ആ ഗുരുവിൻ്റെയും അതുപോലെ തന്നെ സൂര്യൻ്റെയൊക്കെ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി, അത് തൊഴിൽപരമായിട്ട് ഗുണം ചെയ്യും. സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് വളരെ ഗുണാനുഭവം ഉണ്ടാകും. എങ്കിൽ തന്നെയും നമുക്ക് വർക്ക് പ്ലേസിൽ അല്പം അച്ചടക്കം ഒക്കെ ആവശ്യമാണ്, ആത്മാർത്ഥമായിട്ടുള്ള സേവനമൊക്കെ ആവശ്യമാണ്. അതുപോലെ തന്നെ കോവർക്കേഴ്സിൻ്റെയൊക്കെ സഹകരണം
കിട്ടുന്ന സമയവും കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ 6ലേക്കൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ട്, എങ്കിലും അവിടെ ഗുരുവും ശുക്രനും ഒക്കെ 6ൽ നിൽക്കുന്ന സമയമാണ്. അപ്പം നമുക്ക് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ നിസ്സഹകരണമൊക്കെ മാറി അവരുടെയൊക്കെ ഒരു സഹകരണം ഈ സമയത്തുണ്ടാകും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുകളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ കേസിലൊക്കെ അവർക്ക് വിജയം സാധ്യമാകുന്ന സമയമാണ്. അതുപോലെ നമുക്ക് ഈ ടെസ്റ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്ന തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ഈ വർക്ക് ഫ്രം ഹോം ബേസിസിൽ വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഗുരു 11ാം ഭാവാധിപനാണ്, നേട്ടത്തിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ അതായത് കർമ്മഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനത്താണ് ആ ഗുരു നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ 6ാം ഭാവം എന്ന് പറയുന്നത് കർമ്മഭാവത്തിൻ്റെ ഭാഗ്യസ്ഥാനമാണ്. അവിടെയാണ് ഗുരു ഉച്ചനാകുന്നത്. അപ്പോൾ തൊഴിലിൽ നമുക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. മാത്രമല്ല ഗുരു 10ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടി ആയതുകൊണ്ട് നമുക്ക് സൂര്യൻ്റെയും അതുപോലെ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി 10ൽ വരുമ്പോൾ നമുക്ക് പ്രായോഗികമായിട്ടുള്ള ബുദ്ധി ആ തൊഴിലിടത്ത് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. അതൊക്കെ നമുക്ക് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി കിട്ടുന്നതിനും അത് നമ്മുടെ തൊഴിലിൽ ഉയർച്ചയ്ക്കൊക്കെ അത് വളരെ സഹായകരമാകും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ ഉയർന്ന തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെയും ഗുരുവിൻ്റെയും അതുപോലെ സൂര്യൻ്റെയൊക്കെ 10ലെ ദൃഷ്ടി എന്ന് പറയുന്നത് വളരെ ഫേവറബിളായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുക. അതുപോലെ തന്നെ തൊഴിലിൽ നമുക്ക് ആദരവ് അംഗീകാരമൊക്കെ ലഭിക്കുന്നതിനുമൊക്കെ ആ ഗുരുവിൻ്റെയും സൂര്യൻ്റെയൊക്കെ 10ലെ ദൃഷ്ടിക്ക് കഴിയും. അതുപോലെ ഗുരു ശുക്രന്മാർ ഈ 2 ഗ്രഹങ്ങളും 6ൽ നിന്ന് 12ലേക്ക് ദൃഷ്ടിയുന്നു. അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ ബുധനും ആ 12ലേക്ക് ദൃഷ്ടിയുന്നു. അപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ ചെയ്യുന്നവർക്കും ഒക്കെ തന്നെ തടസ്സങ്ങളൊക്കെ മാറുന്നുണ്ട്, തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയൊക്കെ കാണുന്നു. ഇനി നമുക്ക് ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെ നോക്കാം. ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ൽ കേതു സ്ഥിതി ചെയ്യുന്ന സമയമാണ്. 7ാം ഭാവാധിപൻ സൂര്യനാണ്. ആ സൂര്യൻ ആദ്യ പകുതി 4ലും അതിനുശേഷം 5ലേക്ക് മാറുന്നുണ്ട്. 5ാം ബിസിനസ് കാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ 5ൽ ബലവാനാണ് ആദ്യത്തെ 3 വാരം. അപ്പോൾ പൊതുവെ ബിസിനസ് എക്സ്പാൻഷൻ്റെ സമയം എന്ന് പറയാം. ഇപ്പോൾ 7ൽ കേതു നിൽക്കുന്നു എങ്കിൽ തന്നെയും ആ സൂര്യൻ്റെ സ്ഥിതിയും ബുധൻ്റെ ബിസിനസ് കാരകൻ്റെ സ്ഥിതിയൊക്കെ വളരെ അനുകൂല സ്ഥാനത്താണ്. അതൊക്കെ നമുക്ക് ബിസിനസ്സിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ ബിസിനസ് എക്സ്പാൻഷനൊക്കെ അത് സഹായകമാകും. 15 മുതൽ ഈ 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 5ലേക്ക് വരുന്നുണ്ട്. അത് 7ാം ഭാവത്തിൻ്റെ 11ാം ഭാവമാണ് എന്നുള്ളത് കൊണ്ട് ബിസിനസ് വഴിയൊക്കെ ധനവരവ് കൂടാൻ സാധ്യത കാണിക്കുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് വഴിയൊക്കെ നമുക്ക് പല നേട്ടങ്ങളുണ്ടാകും, ലാഭം കൂടുന്നതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അതേസമയം അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ബുധന് ഒരു 25 കഴിയുമ്പോൾ വക്രസ്ഥിതിയൊക്കെ വരുന്നുണ്ട്. അപ്പം ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ വിദേശ വിപണനത്തിൽ നിന്നും വലിയ തടസ്സങ്ങൾ കാണുന്നില്ല. പ്രത്യേകിച്ച് ഗുരു ശുക്രൻ ഒക്കെ തന്നെ 12ൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അതൊക്കെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഇനി വിദ്യാർത്ഥികളുടെ സ്ഥിതി എങ്ങനെ നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 5ൽ ബുധനാണ്. അപ്പോൾ പ്രത്യേകിച്ച് ആ ക്രിയേറ്റീവ് സ്ഥാനത്ത് ബുധൻ ബലവാനായിട്ട് നിൽക്കുകയാണ്, സ്വക്ഷേത്ര ബലവാനാണ്. അതുപോലെ വിദ്യാകാരകനും കൂടിയാണ് ആ ബുധൻ. അപ്പോൾ ബുധന് ബലമുണ്ട്. അതുപോലെ തന്നെ ആദ്യവാരം 4ഉം 9ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രനും ബുധനോടൊപ്പം 5ൽ സ്ഥിതി ചെയ്യുകയാണ് ആദ്യത്തെ വാരം. 15 മുതൽ സൂര്യനും 5ൽ വരുന്നുണ്ട്, ബുധനുമായിട്ട് യോഗം വരുന്നുണ്ട്, ബുധാദിത്യ യോഗമൊക്കെ വരുന്നുണ്ട്. അത് 21 വരെ മാത്രം. അപ്പോൾ പൊതുവെ പഠിതാക്കൾക്കും വളരെ ഫേവറബിൾ സമയമാണ്. ക്രിയേറ്റീവ് തലത്തിലൊക്കെ തിളങ്ങാവുന്ന സമയമാണ്. അവരുടെ ബ്രെയിൻ വർക്കൊക്കെ വളരെ ആക്റ്റീവ് ആകുന്ന സമയമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഏത് കാര്യത്തിലും കറക്റ്റായിട്ടുള്ള തീരുമാനം അവർക്ക് എടുക്കാൻ കഴിയും. ആ ബുധാദിത്യ യോഗം 5ൽ വരുന്നത്. അതുപോലെ നമ്മൾ കോമ്പറ്റിറ്റീവ് തലത്തിലൊക്കെ അപ്പിയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഗുണാനുഭവം ഉണ്ടാകും, വിജയം സാധ്യമാണ്.
അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിൽ അഡ്മിഷൻ കിട്ടുന്നതിനും അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയാണ് പ്രത്യേകിച്ച് 5-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 5-ൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയം. അപ്പോൾ പൊതുവെ പഠിതാക്കൾക്ക് ഫേവറബിളായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2ഉം 11ഉം ഭാവാധിപൻ ഗുരുവാണ്. ആ ഗുരു 6-ൽ ഉച്ചസ്ഥിതനാണ്. 2ഉം 6ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു 6-ലാണ് ഉച്ചസ്ഥിതൻ. 2-ൽ ആ ഉച്ചരാശി നിൽക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. 11ാം ഭാവാധിപൻ എന്ന് പറയുന്നത് 11ാം ഭാവാധിപനാണ്. ആ ഗുരു 11ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 6 നിൽക്കുക എന്ന് പറയുമ്പം ആ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് ഗുരു ഉച്ചസ്ഥിതനാകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് 6-ൽ ഗുരു ഉച്ചസ്ഥിതനാകുമ്പോൾ 11ാം ഭാവാധിപൻ 6-ൽ ഉച്ചസ്ഥിതനാകുമ്പോൾ നമുക്ക് വർക്കിലൂടെ, നമ്മുടെ സേവനത്തിലൂടെ നമുക്ക് ധനനേട്ടം, വ്യവഹാരങ്ങൾ വഴി നമുക്ക് സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട്. അതുപോലെ ലോണ് അപേക്ഷിച്ച് നമുക്ക് തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി അതുവഴി നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പൊതുവെ ധനാർജനം കൂട്ടാനുള്ള പരിശ്രമം ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഏണിംഗ് കപ്പാസിറ്റിയൊക്കെ കൂടും. പൊതുവെ കടബാധ്യത കുറയ്ക്കാനുള്ളൊരു ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. സമ്പാദ്യമൊക്കെ വർദ്ധിക്കും. 2-ൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. അതുപോലെ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശനി 2 നിൽക്കുകയാണ്. പക്ഷേ ശനി 12ാം ഭാവാധിപനും കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ പൊതുവെ നമുക്ക് സമ്പാദ്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമമൊക്കെ ആ ഗുരുവിൻ്റെ 2-ലെ ദൃഷ്ടി കൊണ്ട് ഉണ്ടാകും. വിദേശ ബന്ധം വഴിയും സാമ്പത്തിക സ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ചിലർക്ക് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ 6ൻ്റെ ഭാഗ്യസ്ഥാനമാണ് ഈ 2 എന്ന് പറയുന്നത്. അപ്പോൾ 6 നിൽക്കുന്ന ഗുരു അതിൻ്റെ ഭാഗ്യസ്ഥാനമായ 2-ലാണ് ദൃഷ്ടി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ധനഭാഗ്യത്തിന് സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ധനച്ചെലവൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം. പ്രത്യേകിച്ച് 12ാം ഭാവാധിപനായിട്ടുള്ള ശനി 2-ൽ നിൽക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് അല്പം കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അല്പം ധനച്ചെലവൊക്കെ ഉണ്ടാകാം. അതുപോലെ ഈ നമുക്ക് പ്രത്യേകിച്ച് ഈ 12-ൽ ഗുരുവിൻ്റെയും ശുക്രൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയം കൂടെയാണ്. അപ്പോൾ നമുക്ക് ചിലവ് കൂടാനിടയുണ്ട്. അപ്പം ആ ചിലവെന്ന് പറയുന്നത് പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കും. ഭാവിയിൽ നമുക്ക് ഗുണം കിട്ടുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ് ഈ സമയത്തുണ്ടാകാം. ചിലപ്പോൾ ആതുര സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിനു വേണ്ടി ഡൊണേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ദൂരയാത്രകൾക്ക് വേണ്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഈ പണച്ചെലവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 4-5 രാശികളിലൂടെയാണ് സഞ്ചാരം. ജൂൺ മാസത്തിൽ വിവാഹ ആലോചനകളൊക്കെ വരാമെങ്കിലും 7-ൽ കേതു ഉള്ള സമയമായതുകൊണ്ട് നമുക്കൊരു താല്പര്യക്കുറവ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേതു എന്ന് പറയുന്ന ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ 7-ലൊക്കെ കേതു നിൽക്കുമ്പോൾ ഒരു താല്പര്യക്കുറവ് നമുക്ക് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ ഈ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ആ 7-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 5-ലേക്ക് മാറുന്നുണ്ട്. ഈ 5 എന്ന് പറയുന്നത് 7-ാം ഭാവത്തിൻ്റെ 11 എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് ആലോചനകളിൽ ഒരു താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി ബുധ-ശുക്ര ബന്ധം 5-ൽ വരുന്നത് ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ആദ്യത്തെ വാരം ശുക്രൻ 5-ലുണ്ട്, 5-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 5-ലുണ്ട്. അപ്പോൾ ആ ബുധനും ശുക്രനും ഒക്കെ പ്രത്യേകിച്ച് ബന്ധപ്പെടുക എന്ന് പറയുമ്പോൾ, അവിടെ യോഗം ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പം അത് കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഗുണാനുഭവങ്ങളുണ്ടാകും. മാനസികമായിട്ട് സന്തോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ 5-ലേക്ക് ആ സൂര്യൻ്റെ ഒരു സ്ഥിതി വരുന്നുണ്ട്, സൂര്യൻ്റെ രാശിമാറ്റം വരുന്നുണ്ട്. 22 5-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 6-ലേക്ക് ശത്രുസ്ഥാനത്തേക്ക് രാശി മാറുന്നുണ്ട്. അപ്പോൾ അവിടെ കമിതാക്കൾക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈഗോ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. 5-ലെ സൂര്യനും 5-ാം ഭാവാധിപൻ 6-ലൊക്കെ പോകുമ്പോൾ ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അവിടെ ഒരു കെയർ കമിതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകണം. ഇനി ദാമ്പത്യബന്ധം ചിന്തിക്കുമ്പോൾ ജീവിത പങ്കാളി വഴിയൊക്കെ പൊതുവെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്, സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ചിലപ്പോൾ അവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ, അവരുടെയൊക്കെ ഉപദേശങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഈ കൂറുകാർക്ക് ഗുണം ചെയ്യുന്ന സമയവും കൂടെയാണ് എന്നും. എങ്കിലും 7-ൽ കേതു ഉണ്ട്. അപ്പോൾ ആ 7-ലെ കേതു എന്ന് പറയുമ്പോൾ, അതുപോലെ അവസാനത്തെ പകുതി പ്രത്യേകിച്ച് 20-ാം തീയതിയൊക്കെ ആകുമ്പോൾ ആ ചൊവ്വ ഈ കൂറുകാരുടെ
4ലേക്ക് രാശി മാറുന്നുണ്ട്. അവിടെ നിന്നിട്ട് ആ ചൊവ്വ ഈ 7ാം ഭാവരാശിയിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് മാരിറ്റൽ റിലേഷൻഷിപ്പിൽ, പ്രത്യേകിച്ച് 7ലെ കേതു, 7ലെ ചൊവ്വയുടെ ദൃഷ്ടി, ഇതൊക്കെ തന്നെ അല്പം സംതൃപ്തി കുറവ് ഈ ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ചിലപ്പോൾ ദമ്പതിമാരുടെ ഭാഗത്തുണ്ടാകാം. അതുകൊണ്ട് അവസാനത്തെ പകുതി അല്പം കെയർ ഈ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകണം. കുടുംബജീവിതം വരുമ്പോൾ ഈ 2ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗുരു, ആ ഗുരു 6ൽ ഉച്ചസ്ഥിതനാണ്. 4ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനും ജൂൺ 8 മുതൽ 6ലാണ് വരുന്നത്. അപ്പോൾ രവി കുജനൊക്കെ 4ൽ സ്ഥിതി വരുന്ന സമയമാണ്. 4ൽ ആദ്യ പകുതി സൂര്യൻ്റെ സ്ഥിതി വരുന്നുണ്ട്. അതുപോലെ അവസാന പകുതി ചൊവ്വയുടെയൊക്കെ രാശിമാറ്റം 4ലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ വസ്തു, വീട്, വാഹനം ഇത്യാദി ഈ കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂലമാണ്. അതിലൊക്കെ നമ്മൾ ഫോക്കസ് കൊടുക്കും. അപ്പോൾ അതൊക്കെ ആർജിക്കുന്നതിന്, കുടുംബ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ അനുകൂല സമയമാണ്. എങ്കിലും 2ൽ പ്രത്യേകിച്ച് ശനി നിൽക്കുന്നുണ്ട്. അതുപോലെ 4ൽ സൂര്യനും അതുപോലെ ചൊവ്വയുടെയൊക്കെ സ്ഥിതി വരുന്നുണ്ട്. അത് നമുക്ക് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്കിടയിൽ ജന്മരാശിയിൽ രാഹുവും കൂടെ ഉള്ള സമയമാണ്. അപ്പോൾ പൊതുവേ നമുക്ക് അല്പം ഒരു തർക്ക സ്വഭാവം, കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ഇപ്പോൾ ജന്മരാശിയിൽ മറ്റ് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയൊന്നുമില്ല. അപ്പോൾ പൊതുവേ നമുക്ക് ഇപ്പോൾ ബന്ധുക്കളുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈഗോ പ്രശ്നങ്ങൾ, അപ്പോൾ ഇതിനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ കുടുംബ ജീവിതത്തിൽ അല്പ സുഖക്കുറവിന് ഇടയാക്കും. മാനസികമായിട്ടൊരു പിരിമുറുക്കമൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്നൊക്കെ വരാം. അപ്പോൾ അതിൽ ഒരു കെയർ കൊടുത്ത് പോകണം. ജൂൺ 5, 6, അതുപോലെ 17, 18, 22, 23 ഈ തീയതികൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം, ഈ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ ഒക്കെ ഒഴിവാക്കുക. അതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നവരും ഈ ദിവസങ്ങളിൽ അത് ഒഴിവാക്കണം. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നുവെങ്കിൽ അതും കഴിവതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുന്നത് ഗുണം ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ചതെല്ലാം തന്നെ ഈ ജൂൺ മാസത്തെ ഇപ്പോഴത്തെ പ്ലാനറ്ററി പൊസിഷൻ വച്ചിട്ടുള്ള ഒരു പൊതുഫലമാണ്. ജാതകത്തിലെ ഗ്രഹസ്ഥിതിയോ അല്ലെങ്കിൽ ജാതകത്തിലെ അപകാരം ഇവയൊന്നും അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഫലമല്ല. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ടൊരു ഫലം അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജാതകം തന്നെ നമ്മൾ നിരീക്ഷിക്കണം. ജാതക ചിന്തയിലൂടെ അത് പറയാൻ പറ്റും. ഈ ഗോചര ഫലം എന്നൊക്കെ പറയുന്നത് ചെറിയ തോതിലേ നമ്മളെ സ്വാധീനിക്കുള്ളൂ. അതേസമയം ജാതകത്തിൽ ഇപ്പം നടക്കുന്ന ദശ, അതുപോലെ അപകാരം, ഛിദ്രം, ഇതൊക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അല്ലയോ എന്നൊക്കെ നോക്കി വേണം നമുക്ക് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയുടെ ഫലവും അതും കൂടെ ചേർത്ത് വേണം കറക്റ്റായിട്ടൊരു ഫലം പറയാൻ കഴിയുള്ളൂ. പക്ഷേ അത് ജാതക ചിന്തയിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇനി അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കേസ്, ഇവിടെ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. കുംഭക്കൂറിൽപ്പെടുന്ന എല്ലാവരും കുംഭലഗ്നക്കാരല്ല എന്ന് മനസ്സിലാക്കുക. ചിലർ കുംഭലഗ്നക്കാരായിരിക്കാം, മറ്റു ചിലർ, മറ്റുള്ളവരെല്ലാം തന്നെ മറ്റേതെങ്കിലും രാശിയിൽ ലഗ്നരാശി വരുന്നവരായിരിക്കാം. അപ്പോൾ ഈ കുംഭലഗ്നം അല്ലാതെയുള്ള കുംഭക്കൂറുകാർ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് അറിയുക. ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ അവർ കേൾക്കണം. അത് ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം നമ്മൾ ചേർത്ത് കേട്ടാലേ നമുക്ക് ജൂൺ മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കൂറിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ ഒരു നക്ഷത്രത്തിൽ തന്നെ 10 പേര് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ 10 പേർക്ക് 10 വ്യത്യസ്ത അനുഭവങ്ങൾ വരുന്നുണ്ട്. കാരണം അവരുടെ ലഗ്നരാശികൾ വ്യത്യാസപ്പെടുകയാണ്. അപ്പം കൂറുകാർ ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നതോടൊപ്പം ലഗ്നരാശി ഏതെന്ന് കണ്ട് ആ ലഗ്നരാശിയുടെ ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കുക. ലഗ്നത്തിനാണ് കൂടുതൽ കൃത്യതയുള്ളത് എന്ന് മനസ്സിലാക്കി ലഗ്നരാശിയുടെ ഫലവും കൂടെ അറിയാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.